ഹായ് ഗായ്സ്. അപ്പോൾ എനിക്ക് നൈസായിട്ടൊരു ചെറിയൊരു പണി കിട്ടി. ചെറുതെന്നല്ല, നല്ല എട്ടിൻ്റെ പണി കിട്ടി. കാരണം ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ നോക്കുമ്പോൾ എൻ്റെ വണ്ടീൻ്റെ ബേക്കിലത്തെ ടയർ നൈസായിട്ടൊന്ന് പൊട്ടിയപ്പോൾ ചെറുതായിട്ടൊരു വീലും വീണ്. ആ കാണുന്ന സ്ഥലത്ത് നിന്ന് കേട്ടോ ടയർ പൊട്ടിയത്. ഇത് എയർപോർട്ടിൻ്റെ സെക്കൻഡ് ഗേറ്റാണ്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ള വെച്ചാൽ, നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ബേക്കിലത്തെ ടയറും അല്ലെങ്കിൽ ടയറൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം അധികം മുട്ടയാവാൻ കാത്തു നിൽക്കരുത്. അതിലെടുക്കുന്ന ടയർ മാറ്റാൻ പരമാവധി ശ്രമിക്കുക. കാരണം വെച്ചാൽ നമ്മളൊരു 1000, 1400, 1600 രൂപയൊക്കെ ആയിരിക്കും ടയറിന് ഉണ്ടാവുക. പക്ഷേ ഒരു 10,000 രൂപ 20,000 രൂപ ചിലവാക്കേണ്ട രീതിയിലേക്ക് മാറാൻ പാടില്ല. അതിലിടയ്ക്ക് ടയർ മാറ്റുക. ഇതെൻ്റെ ടയറിൻ്റെ കോലം കണ്ടോ, ഈ ലെവലിലേക്ക് ടയർ മാറിയിന്. ഞാൻ പിന്നെ നാളെ ആവട്ടെ സാലറി കിട്ടട്ടെ എന്നിട്ട് മാറ്റാവുന്ന രീതിയിലൊന്നും ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിലിടയ്ക്ക് എനിക്ക് പണി വന്നിന്. ടയർ നല്ലോണം ഇതാകണ്ട നൂല് വലിഞ്ഞിട്ട് ഈ ലെവലിലേക്ക് ടയർ മാറിയിന്. അപ്പോൾ വണ്ടിയുടെ സൈഡൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ചങ്ങായിനെ വിളിച്ചിട്ടുണ്ട്. ചങ്ങായി വരാനിട്ടുണ്ട്. വന്നിട്ടാകുമ്പോൾ ബാക്കിലത്തെ ടയർ ഊരിയിട്ട് പുതിയൊരു ടയർ ഇടാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിൽ പോകണം. അപ്പോൾ എല്ലാവരോടും ഒന്ന് പറയാനുള്ള വെച്ചാൽ, ടയറൊക്കെ ശ്രദ്ധിക്കുക, അധികം മുട്ടയാവാൻ കാത്തിക്കരുത്, അതിലിടയ്ക്ക് തന്നെ മാറ്റും കേട്ടോ. ചങ്ങായി വന്ന് എന്നിട്ട് നമ്മൾ ബാക്കിലത്തെ ടയർ ഊരിയിട്ട് ടയർ വർക്ക്ഷോപ്പിൽ പോയിട്ട് പുതിയൊരു ടയർ ഇടണം. അപ്പോൾ അത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പിലെത്തി. ഇത് നമ്മളെ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്ത് വായന്തോടിലൊരു വർക്ക്ഷോപ്പാണ്. നമ്മൾ TVS ടയറിനാണ് ചോദിച്ചത്. പക്ഷേ TVS ഇല്ല, പകരം മാറ്റ് MEAT എന്നുള്ളൊരു ടയറാണ് ഉള്ളത്. നേരെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ ടയർ ട്യൂബ്ലെസ്സാണ്. വണ്ടീൻ്റെ ടയർ ട്യൂബ്ലെസ്സാണ്. പക്ഷേ പുതിയ ടയർ മേടിച്ചിട്ടപ്പോൾ തന്നെ ചെറിയൊരു ആക്സിഡൻ്റ് ആയിട്ട് ആ പുതിയ ടയർ കീറിപ്പോയി. വേറെ നിവൃത്തിയില്ലാണ്ട് ട്യൂബ് ഇടേണ്ട വന്നിട്ടുണ്ട്. അപ്പോൾ ട്യൂബും കൂടി പേച്ചായി എന്നാണ് വർക്ക്ഷോപ്പിൽ ഇവർ പറഞ്ഞത്. മാത്രമല്ല, കുറേ വണ്ടിയുടെ വന്നിട്ട് പെയിൻറ്റിങ് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പണിയും ഒരുമിച്ചിട്ടാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ട്യൂബ് റെഡി ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പേച്ചൊക്കെ ഒട്ടിച്ച് സെറ്റായിട്ടുണ്ട്. ഗൈസ്, ഈ ഒരു വർക്ക്ഷോപ്പിൽ ടയർ റീസോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നേരത്തെ ഞാൻ പറയാൻ വിട്ടതാണ്. ഗുഡിയറിൻ്റെ ആണ് കില്ലി. മാരുതിയുടെ ഡാറിന് ആ 2,200 ഉള്ളൂ. മാരുതിയുടെ ഡാറിന് മാരുതിൻ്റെ ഇന്ത്യ ഡാറിന് എത്രയാണെന്ന് പറയാൻ പറ്റില്ല. മറ്റേത് 2,200 സ്കൂട്ടറിൻ്റെ പറയുന്നത്. ചങ്ങായിമാരെ, വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ട്യൂബ്ലെസ്സായ ടയറുകളിൽ ഒരു കാരണവശാലും ട്യൂബ് ഇടാൻ പാടില്ല. അങ്ങനെ ട്യൂബ് ഇട്ടാൽ നമ്മൾ കാറ്റടിക്കുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ തുരുമ്പ് പിടിക്കും. പിന്നീട് നമുക്ക് ആ ട്യൂബ് അയച്ച് വെച്ചുകൊണ്ട് ട്യൂബ്ലെസ്സായിട്ട് ആ ടയറും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം കാറ്റ് ലീക്കാവും. എനിക്കിപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എൻ്റെ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് കാരണം ബേക്കിലത്തെ ടയർ കയറിപ്പോയിട്ട് ട്യൂബ് ഇട്ടെന്ന്. എനിക്ക് സംഭവിച്ചതാണ്. പകരം ഈ ട്യൂബ് അടക്കം ലീക്കായി പോയിട്ടുണ്ട്. ട്യൂബ് അടക്കം പേച്ചായി. എന്നിട്ട് പേച്ച് ഒട്ടിച്ച് റെഡിയാക്കിയതിന് ശേഷം ഇവരാണ് എന്നോട് പറഞ്ഞത്, ഒരു കാരണവശാലും അങ്ങനെ ട്യൂബ്ലെസ്സായ ടയറുകളിൽ ഒരു കാരണവശാലും ട്യൂബ് ഇടാൻ പാടില്ല. ഇതുവരെ സംഭവം അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഇവർ പറഞ്ഞുതരും. ടയറൊക്കെ കിട്ടി. അത് നമ്മൾ വണ്ടിയിലേക്ക് ഫിറ്റാക്കാൻ വേണ്ടി പോക്കട്ടോ.